ജീവിക്കുന്ന കുടുംബനാഥന്മാരും അത്തരത്തിലുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ചിരിവിശേഷങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. രാമ 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 കിട്ടാവില്ല കിട്ട ഭീമ 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 കിട്ടാവില്ല കിട്ട. ഇപ്പോഴത്തെ സിനിമാ പാട്ട് കേട്ടാലേ നാമം ഏതാണോ സിനിമാ പാട്ട് ഏതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. എന്റെ കൃഷ്ണ, വിളിച്ച ഞാൻ നിങ്ങളെ വിളിച്ചതല്ലാന്ന്, ഞാൻ ഭഗവാൻ കൃഷ്ണനെ വിളിച്ചതാ. എഴുതിയ പത്രം അയ്യോ മഴ ഇഞ്ഞിട്ടത് പത്രോ അതോ ബോംബോ? എടപ്പാൾ പാമ്പ് കടിയേറ്റ് മരിച്ചു. കിട്ടണം പാമ്പിന്. എത്ര കാലായി പാമ്പ് ഇങ്ങനെ മനുഷ്യന്മാരെ കടിക്കുന്നു. തിരിച്ചൊരു കടി മനുഷ്യന്മാരോട് കിട്ടുമെന്ന് പാമ്പ് എന്തെങ്കിലും വിചാരിച്ചിന. പടിയക്കണ്ടി വീട്ടുവഴക്ക്. മരുമകളുടെ അടിയേറ്റ് അമ്മായിയമ്മ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ. എനിക്കുണ്ടൊരു മരുമോള്. എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവന്നറിയങ്ങക്ക്. മോളെ മോളെ ഞാൻ ഇങ്ങോട്ട് വാ, അഞ്ഞൊന്ന് കാണട്ടെ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൻ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം. കമ്മലിട്ടോ ഞാനോ പൊട്ടു തൊട്ടോ എപ്പാ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ. പൊന്നാര മരുമകളെ. അപ്പൊ നിന്റെ പൊട്ടും വളയും കമ്മലൊക്കെ ഞാനാ തൊട്ടെന്നാ പറയുന്നേ? ദേ തള്ളേ, ഞാൻ ഈ പാട്ട് പാടിയതല്ലേ. നിന്റെ പാട്ടൊക്കെ ഈ നാട്ടു പാട്ടാ. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. സമ്പത്ത് നീ കൊച്ചിന് എന്തൊക്കെയാ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്? ഞാൻ എന്ത് പഠിപ്പിച്ചെന്നാ കേട്ടില്ലേ? സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ച ആപത്ത് കാലത്ത് പാത്ത് തിന്നാൻ. എടി, ആ പഴയ കാലത്ത് ഞാൻ സമ്പാദിച്ചിരുന്നെങ്കിലേ നിന്നെ പോലുള്ള മൂദേവികളൊന്നും ഇവിടെ വന്ന് കേരൂലാനു. നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ഇവിടെ വന്ന് കേരിയാനെ. തള്ളേ, നിങ്ങൾക്കറിയാമോ, ഞാൻ കല്യാണത്തിന് മുമ്പ് റോഡിൽ കൂടി നടന്നു പോകുമ്പോ നാട്ടുകാര് പറയും ദേ ഒരു ദേവത പോണു, ദേ ഒരു ദേവത പോണൂന്ന്. അത് ശരിയാ, നാട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ടടി, നീ നടന്നു പോകുമ്പോ ദേ ഒരു ബാധ പോകുന്നു, ദേ ഒരു ബാധ പോകുന്നു. അതെ തള്ളേ, ഞാനൊരു കാര്യം പറയാം. അമ്മായിയമ്മ എന്ന് പറഞ്ഞാലേ ഒരു ഭൂതമാണ്. ഭൂതം എന്ന് വെച്ചാൽ ഭൂതകാലം, അതായത് മകനെ പ്രസവിച്ച് വളർത്തുന്നത് വരെയുള്ള കാലം. മനസ്സിലായോ? എന്നാലേ ഭാര്യ അങ്ങനെ അല്ല. പിന്നെ എങ്ങനെയാടി? ഭാര്യ വർത്തമാനകാലമാ. ചുമ്മാ ശരി, ഇവിടെ ഒരു പണിയും ചെയ്യാണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് 24 മണിക്കൂറും വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. വർത്തമാനകാലത്തിൽ നിന്നും ഭാവി കാലത്തിലേക്ക് ഒരു പുരുഷനെ കയറ്റിവിടുന്നവളാ ഭാര്യ. ഭൂതകാലത്ത് ഞാൻ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഈ വർത്തമാന കാലത്ത് നിന്റെ കൂടെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാൻ എന്റെ മകനെ കിട്ടൂലായിരുന്നോടി. നീ പോടി തള്ളേന്നോ? തള്ള നിന്റെ ഒന്ന് നിർത്ത്. രാവിലെ തന്നെ തുടങ്ങിയോ? എന്താ അമ്മേ പ്രശ്നം? നിങ്ങളെല്ലാവരും കേട്ടല്ലോ എന്താ അമ്മേ പ്രശ്നോന്ന്. എന്ന് വെച്ചാ ഇവിടെ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ഞാനാന്ന്. ഇവിടെ നിന്റെ വർത്തമാനകാല ഭാര്യ ഇരിപ്പുണ്ടല്ലോ, അവളോട് ചോദിക്കുക എന്താ പ്രശ്നോന്ന്. എന്താണ് ഈ രാവിലെ തന്നെ പ്രശ്നം? അതെ ചേട്ടാ, നീ ഇതിലിടപെടണ്ട. ചേട്ടൻ ഇടപെടും. ചേട്ടൻ ഇടപെട്ടാലേ അവന്റെ മുട്ടുകാലം ഞാൻ അടിച്ച് ഞാൻ ഒടിക്കൂ. എന്നാ നിങ്ങളെ ഞാൻ വലിച്ചു കയറി പാവാട തയ്ച്ചുകളെ. പാവാട ഇടാത്ത എനിക്ക് നീ എന്ത് പാവാട തരുമെന്ന്? നീ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മകനെ വളച്ചെടുത്തോ പോരാണ്ട് നീ എന്നെ ഭരിക്കാൻ വരുന്നോടി. നിന്നെ നാവ് ഞാൻ ചവിട്ടി പറിക്കും. ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം.
ഇതിനെക്കാട്ടും ഭേദം ഒരു ന്യൂ ജനറേഷൻ സിനിമ പോയി കാണുന്നായിരുന്നു. അതിലാവുമ്പോ ഇത്ര തെറി കാണൂലാലോ. എടി മൂദേവി, ഞാനാരെന്ന് മനസ്സിലായടേ നിനക്ക്? ഓ എന്റെ അമ്മ ഒന്ന് നിർത്ത്. അമ്മയ്ക്കൊന്നുമില്ലെങ്കിൽ ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും ഒന്നും അടങ്ങി ഒതുങ്ങി നിന്നൂടെ? ഒന്ന് അകത്ത് കയറി പോകുന്നുണ്ടോ? എടാ മോനെ, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കണ്ണിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ കിടന്നു. ദാ, നീ ഇങ്ങോട്ടാ. നീ ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നതിന് ആരെ ഭാഗത്ത് നിൽക്കൂ? ഞാൻ ആ മതിലിന്റെ ഭാഗത്ത് നിൽക്കും. അവിടെ ആകുമ്പോ ഞാൻ സേഫ് ആണല്ലോ. വെരി ഗുഡ്. ഇനി എന്റെ മോൻ തന്നെ. കണ്ണിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ കിടന്നു. എടി നിനക്കെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്നൂടെ? ഒന്നുമില്ലെങ്കിലും നിന്റെ എത്ര വയസ്സിന് മൂത്തതാടി എന്റെ അമ്മ. ആ ഒരു ഒറ്റ കാര്യം ഓർത്തിട്ടാ നിങ്ങളെ അമ്മയെ ഞാൻ വെറുതെ വിടുന്നത്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇത്രയും നേരം എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. എപ്പുറത്തുണ്ടായിരുന്നു? അപ്പുറം? നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞ് അവസാനം നരകത്തിൽ പോകും. പിന്നെ ഈ പറയുന്ന കേട്ടാ വിചാരിക്കും ഞാനിപ്പോ സ്വർഗത്തിലാ നിൽക്കുന്നതെന്ന്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ. നിങ്ങളെ അമ്മ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതൊരു നരകം തന്നെയാ. പിന്നെ ചേട്ടനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നിങ്ങളെ അനിയനോട് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് കെട്ടാൻ പറയണം. എന്താടി അവരെന്നോട് മോശമായിട്ട് എന്താ പെരുമാറിയോ? അതുകൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ അനിയൻ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് കെട്ടിയാലേ നിങ്ങളുടെ അമ്മയുടെ കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അല്ലാതെ ഒറ്റയാൾ പോരാട്ടം നടത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ പോട്ടെ. പിന്നെ രാധേ, വേണ്ട, ഞാൻ പിണക്കോ. എന്തിനാ മുത്ത എന്നോട് പിണങ്ങുന്നത്? വടി 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 കൂട്ടുണ്ടാട്ടി, പോ അവിടുന്ന്. വടി 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 കൂട്ടുണ്ടാട്ടി, ഒരു കിന്നാരം കിന്നാരം ചൊല്ലാൻ ഞാൻ ഈ മുൻകോപം കാണുമ്പോൾ ഇടനെഞ്ചിൽ 1000 ആനകൾ വിരളും തേടി വിറക്കുന്നേ. കുമാരേ, എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം. എന്താ ഇനി പ്രശ്നം? എടാ, നീ കുളിക്കുന്നത് ഞാൻ തരുന്ന കാച്ചി എണ്ണ തേച്ചിട്ടോ അതോ അവള് തരുന്ന കാച്ചാത്ത എണ്ണ തേച്ചിട്ടോ? അമ്മ തരുന്ന കാച്ചി എണ്ണ തേച്ചിട്ട്. അപ്പൊ നിങ്ങളെന്നെ പറ്റിക്കായിരുന്നല്ലേ മനുഷ്യ? അല്ല, നീ തരുന്ന എണ്ണ തേച്ച് ഞാനും കുളിക്കാറുണ്ടായിരുന്നു. അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഇനി നിങ്ങൾ രണ്ടുപേരും തരുന്ന എണ്ണ തേച്ച് ഞാൻ കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല. എന്റെ മോനെ കുളിപ്പിക്കാണ്ടാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോടി. എന്റെ ചേട്ടനെ കുളിപ്പിക്കാതാക്കിയപ്പോ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. കള്ളക്കിളവി. കള്ളക്കളവിന്നോ? നിങ്ങളുടെ ഈ പ്രശ്നം തീരണമെങ്കിലേ നീ ഭദ്രകാളി അമ്മയുടെ മുന്നിൽ പോയി തൊഴണം. എന്നാലേ ഈ പ്രശ്നം തീരൂ. ഉറപ്പാണല്ലോ? എന്നെല്ലാം പ്രശ്നം തീരുമല്ലോ. തീരും. എന്നാ ഞാൻ കാണിച്ചു തരാം. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേ എന്റെ ഭദ്രകാളി അമ്മേ, എന്നെ കാത്തോളണേ. ഞാൻ തൊഴുതു, ഇനി നിങ്ങൾ പോയി തൊഴുതു. നിങ്ങൾ കേക്കണോ? ഭൂകമ്പം വരെ പ്രവചിച്ച ആളാ എന്റെ ജാതകേതി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനൊരു ഭൂകമ്പം ഉണ്ടാവുന്ന മൂപ്പർക്ക് പോലും പറയാൻ പറ്റില്ല. എടീ, നിന്നുണ്ടല്ലോ. നിങ്ങൾ എന്നെ എന്തോ ചെയ്യും? വാങ്ങണോ? ഓ നിർത്ത്. എന്താണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ അമ്മയ്ക്ക് സ്നേഹത്തോടെ ഒരു ഓംലേറ്റ് അടിച്ചോണ്ട് കൊടുത്തു. അവള് സ്നേഹത്തോടെ അമ്മയ്ക്ക് മുട്ട ഓംലേറ്റ് കൊണ്ടുവന്നതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? എടാ, നിനക്കറിയാലോ ഞാൻ ഓംലേറ്റ് കഴിക്കൂലെന്ന്. പുഴുങ്ങിയ മുട്ട മാത്രമേ കഴിക്കൂന്ന്. എടി, നിനക്കറിയാലോ അമ്മ ഓംലേറ്റ് കഴിക്കില്ല, പുഴുങ്ങിയ മുട്ട മാത്രമേ കഴിക്കൂന്നുള്ളത്. നിനക്കൊരു പുഴുങ്ങിയ മുട്ട കൊണ്ട് കൊടുത്തൂടെ? അത് മനസ്സിലാക്കി ഞാൻ അമ്മയ്ക്ക് പുഴുങ്ങിയ മുട്ട കൊണ്ട് കൊടുത്തതാ. അപ്പൊ അമ്മ എന്നോട് പറയുവാ, നിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി ഞാൻ പുഴുങ്ങിയ മുട്ട കഴിപ്പ് നിർത്തി, ഇനി ഓംലേറ്റേ കഴിക്കൂന്ന്. എടി, നീ അത് മനസ്സിലാക്കിയിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയും ഒരു ഓംലെറ്റും കൂടി കൊണ്ട കൊടുത്തൂടെ? അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഓംലേറ്റും ഒരു കയ്യിൽ പുഴുങ്ങിയ മുട്ടയും കൊണ്ട് കൊടുത്തതാ. അപ്പൊ ഈ തള്ള എന്താ പറഞ്ഞെന്ന് ചേട്ടൻ ചോദിച്ചു നോക്ക്. എന്തൊക്കെ അമ്മ പറഞ്ഞു പറ. ഓംലേറ്റ് അടിക്കുന്ന മുട്ടയെടുത്ത് ഇവള് പുഴുങ്ങുകയും ചെയ്ത്, പുഴുങ്ങേണ്ട മുട്ടയെടുത്ത് ഇവള് ഓംലേറ്റ് അടിക്കുകയും ചെയ്ത്. ഇതൊക്കെ ചെയ്ത് ഇവളെ ഞാൻ എന്ത് ചെയ്യണം? നീ തന്നെ ഒന്ന് പറ. ഓ, ഒന്ന് നിർത്ത്. ഈ അമ്മായിയമ്മ
അമ്മയുടെ മരുമോളെ വഴക്കിനിടയിൽ ജീവിക്കുന്നതിനെക്കാട്ടും ഭേദം എവിടെയും പോയിട്ട് മരിക്കുന്നതാ. ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാലെങ്കിലും നിങ്ങളെ വഴക്കൊന്നും നിർത്തിക്കൂടെ? ഇപ്പൊ എന്തിനാ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്? എടാ, നീ എങ്ങാനും മരിച്ചു കഴിഞ്ഞാലേ മുഴുവനും ഇൻഷുർ തുക എനിക്ക് കിട്ടണം. ആഹാ, അയ്യടി മനമേ, എന്റെ ചേട്ടൻ ചത്താ കിട്ടുന്ന ഇൻഷുറൻസ് പൈസ അത് എനിക്കാ. ഭാര്യയ്ക്കാ മുൻഗണന, അല്ലാത്ത തൊള്ള നിങ്ങൾക്കല്ല. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. കല്യാണം കഴിക്കുമ്പോ പെണ്ണിന്റെ ചെക്കന്റെ ജാതകല്ല നോക്കേണ്ടത്, ആദ്യം നോക്കേണ്ടത് അമ്മായി അമ്മയുടെ മരുമകളുടേതാ. താങ്ക് യു ഫ്രണ്ട്സ്. ഇനി ഒരു പാട്ടായാലും സംഗീതത്തിന്റെ മാധുര്യമൂറുന്ന ആലാപനവുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു ജാനകി പ്രസാദ്. ഒരു സംഗീതവുമായി നമുക്ക് മുൻപിലേക്ക് എത്തുന്നു ജാനകി പ്രസാദ്. ഹലോ.